10 വർഷം മുൻപ് പ്രധാനമന്ത്രിയുടെ ഗ്രാമ സഡക് യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. റോഡിന്റെ ഇരുവശങ്ങളിലുമുള്ളവർ 2 മീറ്റർ സ്ഥലം വിട്ടുകൊടുത്താണ് വീതി കൂട്ടിയത്. 8 മീറ്റർ വീതിയും 1.5 കിലോമീറ്റർ ദൂരവുമുള്ള റോഡിൽ മെറ്റൽ വിരിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. 10 വർഷം മുൻപ് വിരിച്ച മെറ്റൽ ഇളകി ഇപ്പോൾ നടക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണുള്ളത്. 2004-ൽ 5 വർഷം ഗ്യാരണ്ടിയോടുകൂടി മെറ്റലിംഗ് കഴിഞ്ഞ റോഡാണ് അധികൃതരുടെ അനാസ്ഥ മൂലം സഞ്ചാരയോഗ്യമല്ലാതായിരിക്കുന്നത്. വരന്തരപ്പള്ളി, അളഗപ്പാനഗർ ഗ്രാമപഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ റോഡിനെ ആശ്രയിക്കുന്നത് 100-ലേറെ കുടുംബങ്ങളാണ്. റോഡ് നിർമ്മാണത്തിനായി ഇറക്കിയ മെറ്റലുകൾ റോഡിലേക്ക് ചിതറിക്കിടക്കുകയാണ്. വിദ്യാർത്ഥികളടക്കം നിരവധി പേരാണ് റോഡിലൂടെ ദിനംപ്രതി സഞ്ചരിക്കുന്നത്. ആശുപത്രി ആവശ്യങ്ങൾക്ക് പോലും വാഹനങ്ങൾ വിളിച്ചാൽ വരാത്ത സ്ഥിതിയാണ് ഇപ്പോഴുള്ളതെന്ന് നാട്ടുകാർ പറയുന്നു. തകർന്നുകിടക്കുന്ന റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ നിരവധി നിവേദനങ്ങൾ സമർപ്പിക്കുകയും സമരം നടത്തുകയും ചെയ്തിരുന്നു. 3 മാസം മുൻപ് അളഗപ്പാനഗർ വരന്തരപ്പള്ളി പഞ്ചായത്ത് അധികൃതർ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്താമെന്ന് വാഗ്ദാനം ചെയ്തെങ്കിലും യാതൊരു നടപടികളും സ്വീകരിച്ചിട്ടില്ലെന്നും നാട്ടുകാർ ആരോപിച്ചു. നിവേദനങ്ങളും സമരങ്ങളും തുടർക്കഥയായി മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഗ്രാമവാസികൾ വോട്ട് ബഹിഷ്കരണമെന്ന പ്രതിഷേധത്തിന് ഇറങ്ങുന്നത്. TCV ന്യൂസ്, പുതുക്കാട്.